ഇന്ന് മറ്റൊരു കേസ്, ഞങ്ങളൊരു 2 വർഷം മുൻപ് ചികിത്സിച്ച ഒരു കേസ് ഇവിടെ വന്നു. അന്ന് അവർ വന്നത് വിവാഹശേഷം ഏതാണ്ട് 4 വർഷം ഒന്നിച്ച് താമസിച്ചിട്ടും അവർക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. രണ്ടുപേരുടെയും പരിശോധനകൾ നടത്തി, പുരുഷന് യാതൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് തന്നെ ഒരു ചികിത്സയും കൊടുത്തില്ല. വൈഫിന് ചില ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനുള്ള താൽക്കാലികമായ ചികിത്സകൾ കൊടുത്തു. ഏതാണ്ട് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നു. അതിനുശേഷം അവർ വീട്ടിൽ പോയി. ഇന്ന് അവർ വരാനുള്ള കാരണം, ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷൻ വന്നു. അതുകൊണ്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ ബലം നഷ്ടപ്പെടുന്നു, ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പണ്ട് വന്നിരുന്ന ഈ ഒരു കാര്യത്തിനാണ്, അതിൻ്റെ വിവരം എന്തായി? ഡോക്ടറെ, അത് ഇവിടുന്ന് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. ഇത്രയും കാലമായിട്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പം 3 മാസം മുൻപ് എൻ്റെ അമ്മ മരിച്ചു. ആ സമയത്ത് എനിക്ക് ഒരുപാട് ദുഃഖവും സ്ട്രെസ്സും വന്നു. അതിനുശേഷം എനിക്ക് അങ്ങോട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ ചികിത്സയിലൂടെ തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. എല്ലാവർക്കും ഒരേ ചികിത്സയല്ല, ഒരേപോലെ ആയിരിക്കില്ല. പക്ഷേ ഈ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം അത് 1-2 കൺസൾട്ടേഷൻ, അതിനുശേഷം ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തുള്ളൊരു ചികിത്സ, അതിലൂടെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുവാൻ കഴിഞ്ഞു. ഇതേപോലെ പല കേസുകളും നമ്മൾ ഏത് കേസ് വന്നാലും 2 പേരെയും പരിശോധിച്ച് നോക്കേണ്ടി വരും. അപ്പോൾ പലരും പറയും, ഞാൻ അവിടെ പരിശോധിച്ചു, ഇവിടെ പരിശോധിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം കൃത്യമായി പോയെങ്കിലേ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റൂ. ആ ലെവലിലുള്ള ടെസ്റ്റുകളും പരിശോധനകളും എല്ലാം നടത്തിയാൽ മാത്രമാണ് നമുക്ക് വിജയകരമായി ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും.